അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രഥമസ്ഥാനത്തുള്ള വിശുദ്ധ ഖുർആനിനെ പറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ കഴിഞ്ഞ സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ പ്രവാചകൻ്റെ ചര്യകളെപ്പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹദീസുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഹദീസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഹദീസിന് നൽകിയിട്ടുള്ള വിശദീകരണം ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലുഹു വതഖരീറുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവാചകൻ്റെ പ്രവർത്തികളും പ്രവാചകൻ്റെ മുൻപിൽ വെച്ച് സ്വഹാബികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവാചകൻ എതിർത്തിട്ടില്ല, അംഗീകരിച്ചു എങ്കിൽ പ്രവാചകൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള കാര്യങ്ങളും, ഈ മൂന്ന് കാര്യങ്ങളാണ് ഹദീസുകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ദൈവികമായ ഒരു വേദഗ്രന്ഥം നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കെ എന്തിന് പിന്നെ മറ്റൊരു പ്രമാണത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്? സ്വാഭാവികമായും നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുവാനുള്ള അവകാശമുണ്ട്. അള്ളാഹുവിൽ നിന്നും അവതരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ഉണ്ടായിരിക്കെ മറ്റൊരു പ്രമാണത്തിന് എന്ത് പ്രസക്തിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദഗതിയുമായി ഇറങ്ങിപ്പോയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ സംശയത്തിന് ദൈവികമായ വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്ന മറുപടിയാണ് നമുക്ക് പറയുവാനുള്ളത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആല ഇമ്രാനിലൂടെ പറയുന്നത് കേൾക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. എന്തിന് പ്രവാചകന്റെ ഹദീസുകളെ നമ്മൾ പിന്തുടരണം ഖുർആൻ ഉണ്ടായിരിക്കെ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എൻ്റെ ചര്യകളെ മുറുകെ പിടിക്കുക, എൻ്റെ ജീവിത രീതികളെ നിങ്ങൾ പിന്തുടരുക. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ പ്രവാചകന്റെ ഹദീസുകളെ, പ്രവാചകന്റെ ജീവിത ചര്യകളെ മാറ്റി നിർത്താൻ നമുക്ക് നിർവാഹമില്ല. അത് പിന്തുടരണമെന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിച്ചത്. ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ കാര്യം, പ്രവാചകന്റെ ഹദീസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുസ്ലിമായിട്ട് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരമായി നിർവഹിക്കാനുള്ള ഒരു ആരാധനയാണല്ലോ നമസ്കാരം. വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ ഉണർത്തുന്നുണ്ട്. വഅഖിമിസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, നിലനിർത്തണം എന്നൊക്കെ. പക്ഷേ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശം എങ്ങനെ അയാൾ ജീവിതത്തിൽ നടപ്പിലാക്കും? എങ്ങനെ അയാൾ നമസ്കരിക്കും? നമസ്കാരത്തിന്റെ രൂപങ്ങൾ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നമ്മൾ സലാം വീട്ടുന്നത് വരെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ എവിടെ നമുക്ക് ലഭിക്കാം? നമുക്ക് ഖുർആൻ കിട്ടോ? ഇല്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നിയ്യത്ത് മുതൽ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു തന്ന് സലാം വീട്ടി കാണിച്ച് റസൂൽ നമ്മളോട് പറഞ്ഞു, എന്ത്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇതാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നിസ്കാരത്തിന്റെ രൂപം. ഇതാണ് നിങ്ങൾ അനുവർത്തിക്കേണ്ടത്. സഹോദരങ്ങളെ, ഖുർആൻ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ആ നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയെന്നുള്ളത് അയാൾക്ക് അജ്ഞാതമായിരിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഹദീസുകൾക്ക്, പ്രവാചകന്റെ ചര്യകൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കണ്ടിട്ടില്ല, നമ്മളെ അള്ളാഹുവിൻ്റെ റസൂലും കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെയൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്നു. നമ്മളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട് പ്രവാചകനെ. ആ കൂടിക്കാഴ്ചയെ പ്രവാചകൻ എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നത് നമ്മൾ അറിയണം. നമ്മൾ എന്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ ജീവിതത്തെ അനുവർത്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ നമ്മളോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹത്തിന്റെ ആധിക്യം എത്രയാണെന്ന് നമുക്കറിയണ്ടേ. പ്രവാചകൻ നമ്മളെ കണ്ടുമുട്ടുന്നതിന് എത്ര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കല് ഒരു മഖബറയിലേക്ക്, മഖബറ എന്ന് പറഞ്ഞാൽ എന്താ, ഖബർസ്ഥാൻ, അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കയറി ചെല്ലാണ്. അവിടെ ചെന്നാൽ ആദ്യം എന്താ പറയേണ്ടത്? ഖബറാളികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? സലാം പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്. റസൂലുള്ളാഹി അവിടെ ചെന്ന് പറഞ്ഞു എന്ത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. സലാമൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥമൊന്നും പറഞ്ഞ് ദീർഘിപ്പില്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, വദിത്തു അന്നി ഖദ് റഅയ്തു ഇഖ്വാനനാ. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ. എൻ്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടുന്നതിന് ഞാൻ കാത്തിരിക്കുകയാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ, യാ റസൂലല്ലാഹ് അലസ്നാ ബി ഇഖ്വാനിക, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ല നബിയേ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻതും അസ്ഹാബി വ ഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദു. നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്, ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് ഇന്നുവരേക്കും ജനിച്ചിട്ടില്ലാത്ത എൻ്റെ കാലശേഷം ഈ വിശ്വാസ പാന്താവിലൂടെ ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ചര്യകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, എൻ്റെ കാലശേഷം വരാനിരിക്കുന്ന ആളുകളെയാണ് ഞാൻ ഇഖ്വാനി എന്ന് വിശേഷിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് റസൂൽ പറഞ്ഞു, വഅന ഫറത്തുഹും അലൽ ഹൗള്, ഞാൻ പരലോകത്ത് നാളെ എൻ്റെ കാലശേഷം ജീവിച്ച് ഞാൻ കാണിച്ച വഴിയിലൂടെ ചരിച്ച് മരിച്ചുപോയ എൻ്റെ സഹോദരങ്ങൾ പരലോകത്ത് വരുമ്പോൾ അവിടെ ആ ഹൗളിന്റെ അരികിൽ ഞാൻ അവരുടെയും മുൻപേ ചെന്ന് അവരെ ഞാൻ കാത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആരെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? നമ്മളെ കാത്തിരിക്കുമെന്ന്. ആ കൂടിക്കാഴ്ചയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ കൂടിക്കാഴ്ചക്ക് നമ്മൾ ഒരുക്കമല്ലേ? അപ്പൊ സഹാബികൾ ചോദിക്കുന്നുണ്ട് നബിയോട്, നബിയെ, എങ്ങനെയാ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാം? നിങ്ങൾ പ്രവാചകനെ വരാനിരിക്കുന്ന ആളുകളല്ലേ, അവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ നിങ്ങൾ അവരെ തിരിച്ചറിയും? ഇത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൈകാലുകളും മുഖവും വെളുത്ത ഒരു കുതിര നിങ്ങളിൽ ഒരാൾക്കുണ്ടെങ്കിൽ, ഒരുപാട് കുതിരകൾക്കിടയിൽ നിങ്ങളുടെ ആ കുതിര നിന്നാൽ നിങ്ങൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയോ? സഹാബികൾ പറഞ്ഞു, അതെ നബിയെ. എന്നാൽ അതുപോലെ എൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്രമേൽ സ്നേഹിച്ച ആ പ്രവാചകന്റെ കൂടെ ഇരിക്കാനും ആ പ്രവാചകനോടൊത്ത് സഹവസിക്കുവാനും നമുക്ക് ആഗ്രഹമില്ലേ? എന്താ അതിനുള്ള മാർഗം? അതിനുള്ള മാർഗമാണ് ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകന്റെ ചര്യകളെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത്. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീക. നമ്മളെ സ്നേഹിച്ച ആ പ്രവാചകന്റെ കൂടെ സഹവസിക്കുവാനുള്ള അവസരം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ആ മാർഗമാ റസൂൽ അല്ലാഹു തആല പറഞ്ഞത്. വമൻ യുതഇല്ലാഹ വറസൂല, ആരാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നത്, ആരാണോ വറസൂല അല്ലാഹുവിന്റെ ദൂതനെ അനുസരിക്കുന്നത്, പിന്തുടരുന്നത്, ഫഉലൈക അവർ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നാളെ അമ്പിയാക്കന്മാരോടൊപ്പമാണ് അവരുടെ സ്ഥാനം. ശുഹദാക്കളോടും സുദ്ദീഖുകളോടും സച്ചരിതരോടും ഒപ്പമായിരിക്കും അവരുടെ സ്ഥാനം. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാർ എന്നാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വഴിയതാണ്. പ്രവാചകനെ കാണാനും പ്രവാചകന്റെ കൂടെ സഹവസിക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കാണിച്ച ജീവിതത്തെ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ്. ഒരിക്കൽ ഞാൻ അവസാനിപ്പിക്കണം. ഒരിക്കൽ മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു
പ്രവാചകന് വേണ്ട കാര്യങ്ങൾ ഖിദ്മത്തൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹം പ്രവാചകന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വുളു എടുക്കാനും മറ്റു ആവശ്യങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്താ ആവശ്യം, ചോദിച്ചോ. അപ്പൊ അദ്ദേഹത്തിന് എന്തും ചോദിക്കാം. അദ്ദേഹം ചോദിക്കുന്ന എന്താ അറിയോ, നബിയെ, നാളെ സ്വർഗത്തിലും അങ്ങയുടെ ഒരു സഹവർത്തിത്വം ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ. അപ്പൊ റസൂൽ അതിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗമുണ്ട്. സ്വർഗത്തിലും പ്രവാചകന്റെ സഹവർത്തിത്വം, സഹവാസം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് മഹാനായ ആ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂൽ നിർദ്ദേശിച്ചു കൊടുക്കുന്ന മാർഗം എന്താണ്? നിന്റെ ജീവിതത്തിൽ സുജൂദിനെ അധികരിപ്പിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ധാരാളമായിട്ട് നിർവഹിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച ഒരു മാർഗം. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ലോകത്ത് എത്രയെത്ര മഹാന്മാരായ ഉന്നതന്മാരായ ആളുകൾ കടന്നുപോയി. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ എഴുന്നേറ്റ് പ്രവാചകന്റെ ജീവിതം മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതിനറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ അതിന് ശ്രമിക്കണം. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകനെ ഇത്തിബാ ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര പ്രയാസമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊരു സുന്നത്തായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത്തിബാ റസൂലിലൂടെ എങ്ങനെയാണത്? ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊക്കെ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകനെ നമുക്ക് പിൻപറ്റിക്കൂടെ? എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമുക്ക് പഠിപ്പിച്ചത് മര്യാദകൾ നമ്മൾ പാലിക്കുക, അത്രയേ ഉള്ളൂ. റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞാൽ അത് ഇത്തിബാ റസൂലാണ്. പക്ഷെ അതിന് നമ്മൾ മനസ്സ് വെക്കണം, നമുക്ക് നിയ്യത്ത് വേണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് പ്രവാചകനെ പിൻപറ്റൽ. പക്ഷെ അതിനെന്ത് വേണം? നമുക്കത് ഓർമ്മ വേണം, ആ നിയ്യത്ത് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ഭാഗത്ത് നിന്നും കഴിക്കാം, വലത് കൈ കൊണ്ട് കഴിക്കാം. വെള്ളം കുടിക്കുമ്പോഴും വലത് കൈ കൊണ്ട് കുടിക്കണം. ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഇത് പാലിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനകൾ, ദിക്റുകൾ ഒക്കെ പലപ്പോഴും നമ്മളൊക്കെ മദ്രസയിൽ നിന്നും മറ്റൊക്കെ പഠിച്ച ആളുകളാണ്. പക്ഷെ ചെല്ലുന്ന ആളുകൾ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകനെ പിൻപറ്റുന്നതിന്റെ ആവശ്യകതയെ പറ്റി, ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. അല്ല നമുക്കറിയാം, പക്ഷെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ അത്ര തന്നെ ഗൗരവം കാണിക്കാത്തത് കൊണ്ടാണ് നമുക്കതിന് സാധിക്കാതെ പോകുന്നത്. ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന സമയത്ത് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, നമ്മുടെ കുപ്പായം നമ്മൾ ധരിക്കുമ്പോൾ വരെ പ്രവാചകന്റെ ചര്യകളെ നമുക്ക് പിൻപറ്റാൻ പറ്റുമല്ലോ. ഒക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ അങ്ങനെ ആ രീതിയിൽ അതിനെ മുറുകെ പിടിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കതിന് സാധിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, പഠിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഹദീസുകൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മളത് ശ്രമിക്കേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ ഖുർആനിനെ പോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണമായ ഹദീസ്, പ്രവാചകന്റെ ജീവിതത്തെ കിറുകൃത്യമായിട്ട് വരച്ചു കാണിക്കുന്ന ഹദീസുകൾ, അതിന്റെ പരിഭാഷകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ മുസ്ലിമിന്റെ പരിഭാഷകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയാടിസ്ഥാനത്തിൽ ഹദീസുകളെ ക്രോഡീകരിച്ച ഇമാം നവവിയുടെ അൽ അർബഊൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതിന്റെയൊക്കെ പരിഭാഷകളടക്കം ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ആ നിലക്ക് പ്രവാചകന്റെ ഹദീസുകളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഠനത്തിന്, പ്രവാചകന്റെ ചര്യകളെ പറ്റിയുള്ള ആയത്തിലുള്ള ഒരു പഠനത്തിന് നിദാനമായി മാറട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പഠന സെഷൻ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.